ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. റോബർട്ടോ ഫ്രാൻസെസ്കോ റൊമോളോ ബെല്ലാർമിനോ, അങ്ങനെയാണ് ഇറ്റാലിയൻ പേര്. 1542 ജനിച്ച 1621 മരിച്ച ഈശോസഭ വൈദികൻ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ കർദിനാളായിരുന്നു. വേദപാരംഗതനാണ്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തെ, നവോത്ഥാനം, പ്രൊട്ടസ്റ്റന്റ് നവീകരണം അങ്ങനെയൊക്കെ പറയുക ഇല്ലേ, റിഫർമേഷൻ എതിർത്ത് നിന്നവരിൽ ഏറ്റവും കേമനാണ് ഈ റോബർട്ട് ബെല്ലാർമിൻ. റോമൻ കോളേജിലെ ദൈവശാസ്ത്ര പ്രൊഫസറായിരുന്നു. കാപ്പുവ എന്ന സ്ഥലത്തെ മെത്രാപ്പൊലിത്തയായിരുന്നു. ട്രെൻഡ് സോനോദോസിൻ്റെ നവീകരണ തീരുമാനങ്ങളെ ശക്തിയുക്തം പിന്താങ്ങി. ഗലീലിയോ സംഭവത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഈ റോബർട്ട് ബെല്ലാർമിൻ. ഗലീലിയോ വാസ് റോങ്, ദ ചർച്ച് വാസ് റൈറ്റ് എന്നുകൊണ്ടൊരു പുസ്തകമുണ്ട്. ഗലീലിയോയ്ക്കാണ് തെറ്റുപറ്റിയത്, സഭയാണ് ശരി എന്ന് പറഞ്ഞിട്ട് വലിയ 2 ശാസ്ത്രജ്ഞന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് സൂര്യകേന്ദ്രീകൃതം എന്നാണല്ലോ ഗലീലിയോയുടെ വീക്ഷണം. സഭ പറഞ്ഞത് സൂര്യകേന്ദ്രീകൃതം അല്ല, ഭൂമി കേന്ദ്രീകൃതം. എന്തുകൊണ്ട്? സൂര്യനിൽ മനുഷ്യരില്ല, ഭൂമിയിൽ മാത്രമേ മനുഷ്യരുള്ളൂ, ഇതുവരെയുള്ള നമ്മുടെ അറിവ് വെച്ച്. അപ്പോൾ സൂര്യനെ കേന്ദ്രീകരിച്ചാണോ നമ്മുടെ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടതും പഠനം നടക്കേണ്ടതും? അല്ല, ഭൂമിയെ കേന്ദ്രീകരിച്ചാണ്. ഭൂമിയിൽ മനുഷ്യരുള്ളൂ, സൂര്യനിൽ മനുഷ്യരില്ല. അപ്പോൾ ഈ സൂര്യനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും മറ്റെല്ലാത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കണ്ടെത്താനും കഴിവുള്ള മനുഷ്യരെ കേന്ദ്രീകരിച്ചല്ലേ വേണ്ടത്? അതല്ലേ സഭ പറഞ്ഞത്. ഭൂമി കേന്ദ്രീകൃതമായിരിക്കണം, സൂര്യ കേന്ദ്രീകൃതമാകരുത് എന്നാണ് സഭ ഇപ്പോഴും പറയുന്നത്. ഗലീലിയോ മറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഗലീലിയോ പറഞ്ഞത് തെറ്റാണെന്നും സഭ പറഞ്ഞതാണ് ശരിയെന്നും പറഞ്ഞും ശാസ്ത്രജ്ഞന്മാർ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ആ സംഭവത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഈ റോബർട്ട് ബെല്ലാർമിൻ. മാർഷലിസ് 2-ാമൻ മാർപ്പാപ്പയുടെ സഹോദരിയായിരുന്നു ബെല്ലാർമിൻ്റെ അമ്മ. ബാലനായിരിക്കുമ്പോഴേ വെർജിലിൻ്റെ കവിതകൾ മനപാഠമായിരുന്നു ഈ ബെല്ലാർമിന്. ഇറ്റാലിയൻ ഭാഷയിലും ലത്തീൻ ഭാഷയിലും കീർത്തനങ്ങൾ രചിച്ചു. 1569 വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടത്. ബെൽജിയത്തിൽ ലുവൻ സർവകലാശാലയിൽ തോമസ് അക്വിനസിൻ്റെ സുമ്മ തിയോളജിക്ക പഠിപ്പിക്കുന്ന പ്രൊഫസറായി. സുമ്മ തിയോളജിക്ക എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്, പക്ഷെ പോയി എടുക്കാനായിട്ട് ഞാൻ പോയാൽ പിന്നെ സമയം പോകും. സുമ്മ തിയോളജിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വളരെ ബ്രഹ്മാണ്ഡമായ പുസ്തകങ്ങളാണ്. അതിൻ്റെ ഒരു സംഗ്രഹ രൂപമാണ് എൻ്റെ കയ്യിലുള്ളത്. ആരോഗ്യം മോശമായതിനെ തുടർന്ന് ഇറ്റലിയിലേക്ക് തിരിച്ചുപോയി. അവിടെ ഗ്രിഗറി 3-ാമൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചതനുസരിച്ച് പൊന്റിഫിക്കൽ ഗ്രിഗോറിയൻ കലാലയത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് അതറിയപ്പെട്ടിരുന്നത് റോമൻ കോളേജ് എന്നാണ്. അക്കാലത്താണ് അലോഷ്യസ് ഗൊൺസാഗ അദ്ദേഹത്തിന് ശിഷ്യനായി ആ കോളേജിൽ പഠിച്ചിരുന്നത്. പിന്നെ നമുക്കറിയാം, ഈ അലോഷ്യസ് ഗൊൺസാഗ വിശുദ്ധനായി. 1592 ആ കലാലയത്തിൻ്റെ റക്ടറായി നിയമിതനായി റോബർട്ട് ബെല്ലാർമിൻ. 1599 കർദിനാളായി അഭിഷേകം ചെയ്യപ്പെട്ടു. മതകോടതിയുടെ തലവനും കാർഡിനൽ ഇൻക്വിസിറ്റർ. 1616 പോൾ 5-ാമൻ മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ഗലീലിയോയെ വിചാരണ ചെയ്യാൻ ബെല്ലാർമിൻ തീരുമാനിച്ചു. കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം ഉപേക്ഷിക്കണമെന്ന ബെല്ലാർമിന്റെ നിർദ്ദേശം ഗലീലിയോ സ്വീകരിച്ചു. സൂര്യൻ അനങ്ങുന്നില്ല, ഭൂമിയാണ് വലം വയ്ക്കുന്നത് എന്ന കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം സ്വീകരിക്കാൻ പ്രയാസമുണ്ടെന്നാണ് ബെല്ലാർമിൻ നിലപാടെടുത്തത്. ദ കംപ്ലീറ്റ് ഡിക്ഷണറി ഓഫ് സയന്റിഫിക് ബയോഗ്രഫി എന്ന വിസ്തൃത ഗ്രന്ഥത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഗലീലിയോയ്ക്ക് നല്ല ശാസ്ത്രജ്ഞനായിരുന്നു ബെല്ലാർമിൻ. ബെല്ലാർമിന്റെ മരണശേഷം 1633 മതകോടതി ഗലീലിയോയെ വീണ്ടും വിളിപ്പിച്ചിരുന്നു. ഗലീലിയോയ്ക്കാണ് തെറ്റുപറ്റിയത്, സഭയായിരുന്നു ശരി എന്ന ശീർഷകത്തിലുള്ള ഗ്രന്ഥം ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിനകത്ത് ഇതിൻ്റെ കുറേ ചരിത്രമൊക്കെ നമ്മൾ കാണും ചെയ്യാം. ഈ ദ കംപ്ലീറ്റ് ഡിക്ഷണറി ഓഫ് സയന്റിഫിക് ബയോഗ്രഫി എന്ന വിസ്തൃത ഗ്രന്ഥത്തിൽ ഇങ്ങനെ വായിക്കുന്നത് ഗലീലിയോയേക്കാൾ നല്ല ശാസ്ത്രജ്ഞനായിരുന്നു ബെല്ലാർമിൻ എന്നാണ്. പക്ഷേ നമുക്കറിയാം, ഈ ഗലീലിയോയെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ സഭ ഒരുപാട് നാണം കെട്ടു. ഇപ്പോഴും സഭയെ ആക്രമിക്കുമ്പോൾ ഈ ഗലീലിയോ സംഭവം കൊണ്ടുവരും. അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇല്ലേ, അവർ അവതരിപ്പിക്കില്ല. തീർച്ചയായിട്ടും ഇത് കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം അവതരിപ്പിക്കേണ്ട സമയമല്ല ഇത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വളരെ പണ്ഡിതനായിരുന്നു, അങ്ങേയറ്റം ആഴത്തിൽ അറിവുള്ള ആളായിരുന്നു. പിന്നെ മാർപ്പാപ്പ പറഞ്ഞതനുസരിച്ച് ഗലീലിയോയെ വിചാരണ ചെയ്യാനുള്ള നടപടികളൊക്കെ ഏറ്റെടുത്തു. ഗലീലിയോ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല നമ്മുടെ ഒരു പോയിന്റ്. അതേസമയം അന്ന് ഇല്ലേ,
ഈ മനുഷ്യനെ നിരാകരിക്കുന്ന ഒരു സംഗതിയോട് സഭ യോജിക്കില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ നിരാകരിക്കുന്ന സിദ്ധാന്തം സഭ അംഗീകരിക്കില്ല. കാരണം ദൈവം മനുഷ്യനായി വന്ന് ഈ ഭൂമിയിലൊരു പ്രദേശത്താണ്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാചരിത്രത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയാണ്. ദൈവം ഇവിടേക്കല്ലേ വന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇല്ലേ, ദൈവം മനുഷ്യനായെങ്കിൽ മനുഷ്യൻ ആര്? ദൈവം പോലും മനുഷ്യനായെങ്കിൽ മനുഷ്യൻ ആര്? അതേ ത്രാസിൽ വെച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുക. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നെങ്കിൽ ഈ ഭൂമി എന്ത്? അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ഭൂമി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. വത്തിക്കാനിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത് സമുദ്രത്തെ സംരക്ഷിക്കാനാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ തീരമൊക്കെ സമുദ്രം എടുത്തു പോകുന്നു എന്ന് പറയുന്നു. ഈ 1.5 ഡിഗ്രി ഇല്ലേ, 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പകുതിയോളം പോകും. അത് സമുദ്രത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ സമുദ്രം കരയിലേക്ക് കയറി വരും. അപ്പോൾ വത്തിക്കാനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ, വത്തിക്കാനിൽ തന്നെ നിങ്ങൾക്കറിയാം ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, ഇല്ലേ, ഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും അങ്ങനെ ശാസ്ത്ര കേന്ദ്രമുണ്ട് വത്തിക്കാനകത്ത്. അപ്പോൾ മനുഷ്യന്റെ പ്രാധാന്യത്തെ നിരാകരിക്കുന്ന ഒരു സിദ്ധാന്തം ആരവതരിപ്പിച്ചാലും സഭ അന്നും സ്വീകരിക്കില്ല, ഇന്നും സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണ്? ലോകം മുഴുവൻ പല രാജ്യങ്ങളും ഈ ഗർഭഛിദ്രം അനുവദിച്ചിട്ടും സഭ അനുവദിക്കില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു ജീവൻ സൃഷ്ടിക്കാൻ നമുക്ക് അങ്ങനെ സൃഷ്ടിക്കാനും പാടില്ല, അങ്ങനെ ചെയ്യാനും പറ്റാത്തത് കൊണ്ട് ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. ഗർഭത്തിൽ കിടക്കുന്ന ആ ശിശു അത് നമ്മുടെ ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഭാഗമല്ല, അതൊരു പുതിയ ജീവനാണ്. അത് നശിപ്പിക്കാനായിട്ട് ഏത് ഗവൺമെൻറ് തീരുമാനിച്ചാലും അത് കൊലപാതകം തന്നെയാണ്. ഇല്ലേ, വർണ്ണിക്കാൻ പറ്റാത്ത അത്രമാത്രം ക്രൂരമായ കൊലപാതകമാണ് ഗർഭഛിദ്രം. അതുപോലെ ദയാവധം. ഈ കാര്യങ്ങളൊക്കെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചാലും ലോകം മുഴുവൻ പറഞ്ഞാലും സഭ അതിനോട് ചേരില്ല. അപ്പോൾ സഭ പിന്തിരിപ്പനാണ്, യാഥാസ്ഥിതികമാണെന്നൊക്കെ പറയാം. പക്ഷെ അവസാനം ഈ ലോകങ്ങളൊക്കെ ഇതിലേക്ക് തിരിച്ചു വരും. കാരണം സഭ നിലപാടെടുക്കുന്നത് ധാർമ്മികമായ ഒരു ശരിയുടെ പേരിലാണ്. അതുപോലെ തന്നെയാണ് ഗലീലിയോ സൂര്യൻ ഭൂമിയെ വലം ചുറ്റുന്നത് മാത്രമല്ല ഇഷ്യൂ, ഇല്ലേ. സൂര്യനാണോ ഭൂമിയെ വലം ചുറ്റുന്നത്, ഭൂമി സൂര്യനെ വലം ചുറ്റുകയാണോ, സൂര്യൻ ഭൂമിയെ വലം ചുറ്റുകയാണോ, ഇത് മാത്രമല്ല എൻ്റെ പ്രശ്നം. പലപ്പോഴും അവതരിപ്പിക്കുമ്പോൾ അത് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല പ്രശ്നം ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണോ അതോ ഭൂമിയാണോ എന്നാണ്. സഭ പറയുന്നത് ഭൂമിയാണെന്നാണ്. എന്തുകൊണ്ട്? ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും കാര്യം പറഞ്ഞിട്ടല്ല, ഈ ബ്രഹ്മാണ്ടം അത് വെച്ചിട്ടല്ല, മറിച്ച് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ആ ഒരു പോയിന്റാണ്. ആ ഒരു പോയിന്റിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ അല്ലേ, വലിയ ശാസ്ത്രജ്ഞൻ അബ്ദുൽ കലാമിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ അറിവനുസരിച്ച് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. അന്യഗ്രഹ ജീവികളും മറ്റൊക്കെ പറയുന്നുണ്ട്, ഉണ്ടാവട്ടെ. പക്ഷെ നമുക്കറിയാവുന്നിടത്തോളം ഇത്രയാണ്. ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. അപ്പോൾ ഈ ഭൂമി എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമിയുടെ പ്രാധാന്യം കുറയ്ക്കുന്ന ഒരു കാര്യത്തിനും സഭ കൂട്ടുനിൽക്കില്ല. കാരണം കൂട്ടുനിൽക്കാൻ പറ്റുമോ? ശാസ്ത്രത്തിന് കൂട്ടുനിൽക്കാൻ പറ്റുമോ? പണ്ട് ശാസ്ത്രം പറഞ്ഞിരുന്നു സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ഇന്ന് ശാസ്ത്രം അത് പറയോ? ഇല്ല. സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യന് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്ന ആൾക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല എന്ന് ഒരു ശാസ്ത്രജ്ഞനും പറയില്ല. കാരണം ഈ നിരീക്ഷിക്കുന്ന ആൾ എവിടെ നിൽക്കുന്നുവോ അത് പ്രധാനപ്പെട്ടതാണ്. ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ആൾക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. നമുക്ക് രാത്രി ഉറക്കം വരുന്നു. എല്ലാം ഈ രാത്രിയും പകലുമായിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ നിരാകരിക്കാൻ കഴിയുമോ? ചുരുക്കത്തിൽ ഗലീലിയോയെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ സഭയെ ആക്രമിക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ബെല്ലാർമിൻ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ആക്ഷേപിക്കുന്നതും അതിൻ്റെ ആഴത്തിലേക്ക് പോകാതെ ആക്ഷേപിക്കുന്നതും നല്ലതല്ല എന്നാണ്. പ്രത്യേകിച്ച് സഭാംഗങ്ങൾ ഇത് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമുക്ക് സഭയെ സംരക്ഷിക്കാനും ക്രിസ്തുവിനെ സംരക്ഷിക്കാനും ക്രിസ്തുവിൻ്റെ വചനത്തെ സംരക്ഷിക്കാനും കഴിയുമ്പോൾ നമ്മളും ഈ വിശുദ്ധരായി ജീവിക്കുകയും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.